തെന്നിന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും ഗ്ലാമർ ഗേൾ എന്ന വിശേഷണം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സിൽക്ക് സ്മിത എന്ന പ്രേക്ഷകരുടെ സ്വന്തം സിൽക്കിന്. കഴിഞ്ഞ ദിവസമായിരുന്നു സിൽക്കിൻ്റെ 28ാം ചരമവാർഷികം. 1996 സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സിൽക്ക് സ്മിതയുടെ മരണവാർത്ത പുറത്തുവരുന്നത്. താമസിച്ചിരുന്ന വീടിനുള്ളിൽ സ്മിത തൂങ്ങി മരിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഓർമ്മദിനത്തോട് അനുബന്ധിച്ച് സിൽക്കിനെക്കുറിച്ചുള്ള കഥകളും പ്രചരിക്കുകയാണ്. നടി സ്വയം മരണം വരിച്ചതാണോ അതോ ഇതിന് പിന്നിൽ ചതികളുണ്ടോ എന്ന ചോദ്യം ഇന്നും ഉയരുകയാണ്. അതിന് കാരണം അവസാന കാലത്ത് വിവാഹിതനായ ഒരു ഡോക്ടറുമായി സിൽക്കിനുണ്ടായ പ്രണയമായിരുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ ഇയാളും സിൽക്കും തമ്മിൽ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. എന്നാൽ അയാളുടെ ലക്ഷ്യം പണവും തൻ്റെ ശരീരവും മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ സ്മിത ആകെ തകർന്നുപോയി. മാത്രമല്ല, ഐറ്റം ഡാൻസിൽ സ്മിതയേക്കാൾ പ്രായം കുറവും ഭംഗിയുമുള്ള കുട്ടികൾ കടന്നു വന്നതോടെ തൻ്റെ താരപദവിക്ക് കോട്ടം തട്ടുമെന്ന ഭയം സ്മിതയ്ക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ 2 സിനിമകൾ നിർമ്മിച്ചു എങ്കിലും അത് വൻ പരാജയമായി മാറി. മൂന്നാമതൊരു പടവും കൂടി നിർമ്മിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് കരുതിയെങ്കിലും കോടിക്കണക്കിന് നഷ്ടത്തിലേക്കാണ് നടി വീണത്. ഈ സമയത്താണ് ഡോക്ടറുമായിട്ടുള്ള അടുപ്പം സ്മിതയ്ക്ക് സ്വാന്തനമായത്. നടി അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അവർ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. വീട് വാങ്ങിയതുപോലും അയാളുടെ പേരിലായിരുന്നു. എന്നാൽ പണത്തിനു വേണ്ടി തന്നെ അയാൾ ഉപയോഗിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നടി ഇയാളുമായി വേർപിരിഞ്ഞു. സ്മിതയുടെ മരണശേഷം ഒരു നോക്ക് കാണാൻ പോലും അദ്ദേഹം വന്നില്ല. മാത്രമല്ല, സ്മിതയുടെ കാമുകനെന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ അവരുടെ പണവും സ്വത്തുക്കളും കൈവശപ്പെടുത്തിയ ശേഷം വകവരുത്തിയതാവാം എന്ന് ആരോപിക്കുന്നവരുമുണ്ട്. നടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനിയും തെളിയിക്കപ്പെടാത്തതുകൊണ്ട് ഇന്നും അവ്യക്തമായി തുടരുകയാണ് ഈ കഥകൾ. വഞ്ചിക്കപ്പെട്ട സ്മിത സ്വയം ജീവിതം അവസാനിപ്പിച്ചതാകാനാണ് സാധ്യതയെന്ന് നടി അനുരാധ അടക്കമുള്ളവർ വിശ്വസിക്കുന്നു. ഒരു ദിവസം കാലത്ത് തൂങ്ങി മരിച്ച നിലയിൽ സ്മിതയെ കണ്ടെത്തുകയായിരുന്നു. അത് തൂങ്ങി മരിച്ചതാണോ കൊന്നുകെട്ടി തൂക്കിയതാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. അതൊരു ആത്മഹത്യയായിരുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്. സിൽക്ക് സ്മിത അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ കാലുകുത്താൻ ഇടമില്ലാതെ ആളുകൾ തടിച്ചുകൂടാറുണ്ട്. അതുപോലെ സ്മിതയുടെ മരണം സ്ഥിരീകരിച്ച ശേഷം ആശുപത്രിയിൽ ആൾക്കൂട്ടം ഉണ്ടാവുമെന്ന് കരുതിയെങ്കിൽ അവിടെ വിജനമായിരുന്നു. സ്മിതയുടെ പെട്ടെന്നുള്ള മരണം ആരും ചർച്ച പോലും ചെയ്തില്ല. സാധാരണ താരങ്ങൾ മരിച്ചാലും പരിധിവിട്ട ദുഃഖപ്രകടനങ്ങൾ മദ്രാസിൽ പതിവാണ്. എന്നാൽ സ്മിതയുടെ ചേതനയേറ്റ രൂപത്തിന് മുന്നിൽ ആരും ഉറക്കമൊഴിഞ്ഞില്ല. നടി ഏകയായി ആശുപത്രിയിൽ കിടന്നു. സ്മിതയുടെ മരണവിവരം അറിഞ്ഞ അവസാനമായി കാണാൻ ആശുപത്രിയിൽ എത്തിയ നടി അനുരാധ കണ്ടത് ആരും ഏറ്റുവാങ്ങാനില്ലാതെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് അനാഥ ശരീരമായി രായപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സ്മിതയെയാണ്. പ്രേക്ഷകരെ സംബന്ധിച്ച് സ്മിത ഒരു നടിയായിരുന്നില്ല. മാദക ഭംഗിയുള്ള ആ ശരീരത്തിൽ ആയിരുന്നു എല്ലാവരുടെയും കണ്ണ്. ഒരു മാംസകഷ്ണം എന്നതിനപ്പുറം ആരും തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലെന്ന് തിരിച്ചറിവ് അവിടെ സ്മിതയ്ക്ക് ഉണ്ടായിരുന്നു. നടിയുടെ ശരീരം വിറ്റ് കാശാക്കിയ നിർമ്മാതാക്കൾ പോലും അവസാനമായി അവരെ കാണാനോ ഒരു പുഷ്പചക്രം അർപ്പിക്കാനോ വന്നില്ല. ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയപ്പെട്ട ഒരു സെറ്റ് പ്രോപ്പർട്ടി മാത്രമായി സിൽക്ക് സ്മിത മാറി.